إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل ولله على الناس حج البيت من استطاع إليه سبيلا. ആളുകളുടെ മേൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിൻ്റെ ബൈത്തിലേക്ക് ഹജ്ജ് കർമ്മത്തിനായി പോകുകയെന്നുള്ളത് അവർക്ക് സാമ്പത്തികമായും ശാരീരികമായും അതിന് സാധിക്കുന്ന പക്ഷം അത് നിർബന്ധമാക്കപ്പെട്ടതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസികളായ ആളുകൾ വർഷത്തിലൊരിക്കൽ അല്ലാഹുവിൻ്റെ ബൈത്തിൽ സംഗമിക്കുകയും എല്ലാവരും ഒരുപോലെ വസ്ത്രം ധരിച്ച് അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് റബ്ബിൻ്റെ നാമങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് നിർവഹിക്കുന്നതായ ഉന്നതമായ ഏറെ പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത്ത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ആരെങ്കിലും അല്ലാഹുവിൻ്റെ ബൈത്തിലേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി വരികയും അതിലേതെങ്കിലും അർത്ഥത്തിൽ പരസ്പരം അന്യോന്യമുള്ള പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, തർക്കങ്ങളില്ലാതെ, തിന്മകളില്ലാതെ ശരിയായ രൂപത്തിൽ മബ്റൂറാകുന്ന ഹജ്ജ് കർമ്മം നിർവഹിച്ചയാൾ മടങ്ങുകയാണെങ്കിൽ റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, തന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പെറ്റുവീഴുന്ന ഒരു കുഞ്ഞിനെ പോലെ പാപമുക്തനായി അയാൾ മടങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോകാൻ സാധിക്കുന്ന രൂപത്തിൽ അൽഹംദുലില്ലാഹ് ആരോഗ്യവും
അതുപോലെ തന്നെ സമ്പത്തും നൽകിയിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് പിന്നെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളതല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ അവൻ നിശ്ചയിക്കുമ്പോ എനിക്ക് സുപ്രധാനമായി നിർവഹിക്കേണ്ട ഹജ്ജ് കർമ്മം ബാക്കിയുണ്ട്, അതിനുവേണ്ടി ഞാൻ കരുതേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി മാനസികമായും സാമ്പത്തികമായും തയ്യാറെടുക്കുന്നവർക്കാണ് അതിനുള്ള തൗഫീക്ക് ലഭിക്കുക. അതായത് എന്റെ വരാനിരിക്കുന്ന ഈ ഒരു കാലത്തിനുള്ളിൽ എനിക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജ് നിർവഹിക്കണമെന്നുള്ള ലക്ഷ്യം അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് അതിനു വേണ്ടി സമ്പാദിക്കുവാനും അതിനുള്ള പണം സ്വരൂപിക്കുവാനും സാധിക്കുമെന്നർത്ഥം. അല്ലാതെ എല്ലാം മിച്ചം വെച്ച് എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞ ശേഷം ഹജ്ജ് നിർവഹിക്കാം എന്നുള്ളതല്ല. قال النبي صلى الله عليه وسلم تعجلوا إلى الحج تعجلوا إلى الحج يعني الفريضة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാക്കിയ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒരുപാട് കാത്തിരുന്ന് പ്രായമായി ചെയ്യാമെന്നല്ല നിങ്ങൾ കരുതേണ്ടത്. സാധിക്കുമ്പോൾ ചെയ്യണം. ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരു മനുഷ്യൻ ആ കർമ്മം പൂർത്തിയാക്കാൻ അയാൾക്ക് സാധിക്കുന്ന ഘട്ടം വരുമ്പോൾ അയാൾ ചെയ്തു കൊള്ളണം. അതിന് നിങ്ങൾ അലംഭാവം കാണിക്കരുത്. فإن أحدكم لا يدري ما يعرض له. انظر إلى قول النبي صلى الله عليه وسلم تعجلوا إلى الحج يعني الفريضة فإن أحدكم لا يدري ما يعرض له. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കാത്തു നിൽക്കരുതേ. കാരണം നാളെ നിങ്ങളിൽ ഒരാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് ചെലവഴിച്ച് ഹജ്ജ് കർമ്മത്തിന് പോയാൽ ഞാൻ ദരിദ്രനായി പോകുമോ പാപ്പരായി പോകുമോ? യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ فإنهما ينفيان الفقر والذنوب. تابعوا بين الحج والعمرة. ഒരു ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും അവസരം കിട്ടിയാൽ മറ്റൊരു അവസരം കൂടി ലഭിക്കുകയാണെങ്കിൽ ചെയ്തോളൂ. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. ഇനി ഹജ്ജിന് പോകാൻ ഒരാൾക്ക് സമ്പത്തില്ല, പക്ഷെ ഉംറക്ക് പോകാനുള്ള സമ്പത്തുണ്ട്, അൽഹംദുലില്ലാ. ഒരു ഉംറ ചെയ്തതാണ് മറ്റൊരു ഉംറ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തുകൊള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. കാരണം എന്തെന്നറിയുമോ? ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്. ഉംറക്കും ഹജ്ജിനും പോയാൽ തനിക്ക് ദാരിദ്ര്യം പിടിപെടുമെന്നല്ല, തന്റെ സമ്പത്തിൽ നിന്ന് അതിനൊരു സംഖ്യ ചെലവഴിക്കണ്ടേ എന്നല്ല. ദാരിദ്ര്യം നീങ്ങുവാനും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും ഹജ്ജും ഉംറയും കാരണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കൊരു ഉംറക്ക് പോകാൻ സാധിച്ച ആ ഉംറ അയാളുടെ ദാരിദ്ര്യം നീങ്ങാൻ കാരണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസങ്ങൾ നീങ്ങുവാൻ കാരണം എന്തെന്നറിയുമോ? അൽ ഹാജ്ജു വൽ മുഅ്തമിർ അൽ ഗാസി ഫീ സബീലില്ലാഹ് വൽ ഹാജ്ജു വൽ മുഅ്തമിറു വഫ്ദുല്ലാഹ്. ഹദാ ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവനും സ്വത്തും സമർപ്പിച്ച് ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു മനുഷ്യനും, വൽ ഹാജ്ജു വൽ മുഅ്തമിർ, ഹജ്ജിന് പോകുന്നവനാകട്ടെ ഉംറക്ക് പോകുന്നവനാകട്ടെ, വഫ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അതിഥികളാണ്. ദഅൗഹും ഫഅജാബൂഹ്, അല്ലാഹു അവരെ ക്ഷണിച്ചു, അവരാ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തി. ഫസഅലൂഹ് ഫഅജാബൂഹ്, അപ്പോൾ അവർ അല്ലാഹുവിനോട് ചോദിച്ചു, ആ ചോദിക്കുന്നത് റബ്ബ് നൽകുകയും ചെയ്തു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പോലും അല്ലാഹുവിന്റെ പക്കൽ വലിയ സ്ഥാനമുണ്ടെന്നും
അത് അള്ളാഹുവിന്റെ അതിഥികളുടെ പ്രാർത്ഥനയാണ് എന്നും പഠിപ്പിക്കുന്നതായ ഹദീസാണിത്. ഹജ്ജിന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഹദീസാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് ഇന്ന് കാണുന്നത് പോലെ ചില ആളുകൾക്ക് വലിയ രൂപത്തിൽ പ്രൗഢി കാണിക്കാനോ മറ്റുള്ളവരെ കാണിക്കുവാനോ വേണ്ടിയോ ഹജ്ജോ ഉംറയോ ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമായ ഒരു ഇബാദത്ത് നിർവഹിക്കാനാണ് പോകുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഹജ്ജിനും ഉംറക്കും പോകണം. അങ്ങനെ പോകുന്നുവെങ്കിൽ മനസ്സ് ശുദ്ധമാകും, ഈമാൻ വർദ്ധിക്കും, അവന്റെ പ്രയാസങ്ങൾ നീങ്ങും, അവന്റെ ദുആക്കുത്തരം ലഭിക്കും. അള്ളാഹുവിന്റെ പക്കൽ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെട്ടവനായി, സംസ്കരിക്കപ്പെട്ടവനായി, ശുദ്ധിയുള്ളവനായി മടങ്ങുവാൻ അവന് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله നസൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال النبي صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة. പുണ്യകരമായ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുന്നതായ ഹജ്ജ് കർമ്മം, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിച്ചവരാണ് എങ്കിൽ ആത്മാർത്ഥമായി റബ്ബിനെ സ്തുതിക്കുകയും അല്ലാഹുവേ എന്റെ ആ ഹജ്ജിനെ നീ സ്വീകരിക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക. ഇനി അവസരം ലഭിക്കാത്തവരാണെങ്കിൽ അല്ലാഹുവേ ഹജ്ജ് എന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള മനസ്സും തൗഫീഖും എനിക്ക് റബ്ബേ നീ നൽകണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകുക. മാനസികമായി നമ്മൾ അതിന് തയ്യാറെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്നതാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അല്ലാഹുവിന്റെ ഒരു കൽപ്പന നിറവേറ്റാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടാൽ പടച്ച റബ്ബ് അവൻ അതിനുള്ള വഴിയൊരുക്കി കൊടുക്കും. ഇനി അഥവാ അത് അവന് ലഭിച്ചില്ലെങ്കിൽ പോലും അവനത് ചെയ്ത പ്രതിഫലം അക്കാരണത്താൽ ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن والحمد لله رب